ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രേവതിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആക്കാൻ പോകുന്നത് നല്ലൊരു വട്ടയപ്പമാണ്. നല്ല പഞ്ഞി പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ആക്കി നോക്കണം. ഭയങ്കര ഈസിയാണ്. നമുക്കിതിന് അരി കുതിർക്കൊന്നും വേണ്ട, അരി കുതിർത്തരയ്ക്കൊന്നും വേണ്ട. അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിതാക്കിയെടുക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ആക്കി നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളാവിൽ എടുത്തിട്ടുണ്ട്. വെള്ളാവിൽ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പത്തിന് നല്ല വൈറ്റ് കളറാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ അവലില്ലെങ്കിൽ വെള്ള ബോയിൽഡ് റൈസ് ആയാലും മതിയാവും. ഇനി ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്നു വരും. ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് അപ്പം പത്തിരിപ്പൊടിയില്ല, ആ പൊടി മതിയാവും, റോസ്റ്റഡ്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൽ കുതിർന്നതോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഷുഗറൊക്കെ നിങ്ങളുടെ മധുര അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം മധുരത്തിലാണ് ഞാനിവിടെ ആക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നോർമൽ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എടുത്ത 250 ml കപ്പിൽ തന്നെയാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് വരേണ്ടത്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇതിലാണ് കിട്ടേണ്ടത്. നന്നായിട്ടത് അരഞ്ഞു വന്നിട്ടുണ്ട്. അത് മിക്സ് ചെയ്യുന്ന ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് അതൊന്ന് പൊങ്ങി വരണം. അതിനായിട്ടാണ് നമ്മൾ 1 മണിക്കൂർ മതിയാവും. അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നന്നായിട്ട് മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രം എടുക്കാം. ഞാൻ ഈ കേക്കിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഏതെങ്കിലും പാത്രം എടുത്താൽ മതിയാവും. അതിൽ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേഗം അത് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അപ്പത്തിൻ്റെ നല്ല കനത്തിലാണ് വേണ്ടെങ്കിൽ, നല്ല വിഡ്ത്തിൽ വേണമെങ്കിൽ നിങ്ങൾ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഇഡലി കുട്ടയത്തിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ടുണ്ട്, ഈ പാത്രം. ഇനി അത് കുറച്ചൊന്നായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസിൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ പാത്രത്തിലൂടെ ആക്കുവാണ് ബാക്കി മാവുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട്. ഞാൻ അന്ന് കുറച്ച് നേരം അതൊന്ന് തണുക്കാൻ വെക്കണം. കൈ വെച്ച് എടുക്കുമ്പം തന്നെ അതിങ്ങനെ ഇളകി വരുന്നുണ്ട്. അത് കുറച്ച് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്.
പെട്ടെന്ന് തന്നെ അത് ചൂടോടെ എടുക്കാൻ നോക്കരുത്, അത് ഒട്ടിപ്പിടിക്കുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പമാണ്. ഈ ഒരു വലുപ്പത്തിലാണ് ആദ്യത്തേത് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തേതും അതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം അങ്ങനെ നമ്മൾ 2 വട്ടയപ്പം ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ക്രിസ്മസിന് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വലിയ പണിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വട്ടയപ്പം നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതാണ്. ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് ഇതുപോലത്തെ 2 വട്ടയപ്പം ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.